ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബോസണ്ണൻ നന്നായി എന്നാണ് കേട്ടോ തോന്നുന്നത്. അൺലിമിറ്റഡ് സമയവും കൊടുത്ത് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ പ്രവേശിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സമയം വേണേലും എടുത്തോ, എന്ത് സാധനം വേണേലും എടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരാരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഫുള്ള് ആക്ടിവിറ്റി ഏരിയയിൽ പണിയെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇന്നും അതേപോലെ ഒരു പണിയാണെന്നാണ് എല്ലാവരും ഓർത്തോണ്ടിരുന്നത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവനല്ല എന്നൊക്കെയുള്ള പോലത്തെ കരളലിയിപ്പിക്കുന്ന ഡയലോഗുകളാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പണിയല്ല എന്ന് അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഹാഫ് മൈൻഡോട് കൂടിയാണ് എല്ലാവരും പണിപ്പുരയിലേക്ക് പോകുന്നത്. ജിസയിൽ കയറുന്നില്ല കേട്ടോ, കാരണം ജിസയിലിന്റെ സാധനങ്ങളൊന്നും അതിനകത്ത് ഇല്ലല്ലോ. അവിടെ മാറിയിരിക്കുന്നുണ്ട്. ജിസയിൽ ഒഴികെ എല്ലാവരും പണിപ്പുരയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നീട് ബസർ അടിക്കുന്നതൊന്നും കാണാത്തതുകൊണ്ട് ജിസയിലും അതിനകത്ത് കയറി ആര്യനെ സഹായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലെ കുറെ ഫുഡ് സാധനങ്ങൾ എല്ലാവർക്കും കിട്ടിയില്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള റേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവർക്ക് ഇല്ലാത്തത് വസ്ത്രങ്ങളാണ്. അതുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് ഈ സീസൺ ഒരു ഗിയർ ഷിഫ്റ്റ് നടത്താൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പണിപ്പുര ബേസ്ഡ് ഫോർമാറ്റും അതേപോലെ യൂണിഫോമും ഒക്കെ ഒരു ആവർത്തന വിരസതയാണ് പ്രേക്ഷകർക്ക്. അത് മാത്രമല്ലെന്നേ, മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ആകെ കിളി പോയിരിക്കുമായിരുന്നു. ഉള്ളത് പറയാമല്ലോ, കിളി പോയിരിക്കുമായിരുന്നു. സ്വന്തം വസ്തുക്കളും ആവശ്യത്തിനുള്ള ഭക്ഷണം ഒന്നുമില്ലാതെ എത്ര നാൾ മനുഷ്യർ കഴിയും? ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും നമ്മൾ. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ആരും ജീവിക്കില്ല. നമ്മൾ വളരെ പ്രിമിറ്റീവ് രീതിയിൽ ജീവിച്ചാൽ പോലും നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അപ്പൊ ഈ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ വളരെയേറെ ഫ്രസ്ട്രേറ്റഡ് ആവും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബിഗ് ബോസ് ഇപ്പൊ പണിപ്പുര വാതില് അനിശ്ചിത സമയത്തേക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്തായാലും പണിപ്പുഴ മുഴുവൻ കാലിയാക്കുന്ന കാഴ്ചയാണ് കേട്ടോ ലൈവിൽ കണ്ടത്. വെപ്രാളം പിടിച്ച് സകല സാധനങ്ങളും എടുത്ത് പണിപ്പുര കാലിയാക്കുന്ന ഒരു സംഭവമായിരുന്നു ലൈവില്. ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള ഒരു ലെവലിലേക്ക് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയ്ക്ക് തിരക്ക് കൂട്ടുന്നത് എന്തിനാ? സാധനങ്ങൾ പൊട്ടിപ്പോകത്തില്ലേ? നിങ്ങളുടെ സാധനങ്ങളല്ലേ, സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ എടുക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞ ബിഗ് ബോസ് നന്മമരമാവുന്നുണ്ട് കേട്ടോ. ഇത് പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. തലയിൽ വല്ല തേങ്ങ വീണതാണോ എന്ന് അറിയത്തില്ല. 1,00,000 പോയിന്റുകളുടെ ഒരു ബില്ലും 2 രാത്രികളുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവരുടെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓണത്തിനായിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഓഫർ ആയിരിക്കണം. ഒരു ഓഫറാണെന്ന് തന്നെയാണ് കേട്ടോ ബിഗ് ബോസ് പറയുന്നത്. ഇതിനായിട്ട് ഇവർ പണിയെടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 7ന്റെ പണിയുടെ സീസണാണ്. ഞാൻ ഈ പറഞ്ഞ 1,00,000 പോയിന്റുകൾ ആയിരിക്കും ചിലപ്പോൾ. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.